ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആരാണ് നിന്റെ ഒക്കെ പുറകില്? ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്നേ? പിടിച്ച് വണ്ടി കയറോ? വെള്ളൻ സൂര്യ, ഇത്രയും സമയത്ത് പോലീസ് അന്വേഷണത്തിന് കഴിയാതിരുന്നതാണ് നിങ്ങൾ ചെയ്തത്. പണം നഷ്ടപ്പെട്ടില്ലല്ലോ? ഇല്ല സർ, അതിനു മുമ്പേ ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു. ഓഹോ, മോഡേൺ ടെക്നോളജി തന്നെ ഉപയോഗിച്ചു അല്ലേ? ഇവന്മാരോടൊക്കെ പിടിച്ചേക്കണ്ടേ സർ? നന്ദിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സൂര്യ, നന്ദിനെയും കൂട്ടി സൗകര്യം പോലെ ഓഫീസിലേക്ക് വരണം. ഞാൻ വിളിപ്പിക്കാം. തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് വെക്കും. കുട്ടിക്ക് നല്ല ക്ഷീണം കാണും. താങ്ക് യു സർ. തൽക്കാലം കുട്ടി പോയി വിശ്രമിക്കും. സൂര്യ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. അച്ഛൻ എങ്ങനെയാ ഇപ്പൊ ഇവിടെ എത്തിയത്? അച്ഛൻ എങ്ങനെയാ ഇപ്പൊ ഇവിടെ എത്തിയത്? ഞാൻ ജോലിക്ക് വേണ്ടി സൈക്കിളിൽ വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ മോളെ, ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല സാറേ. കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി. വിവേകേ, നമ്മുടെ പണപ്പെട്ടി അവിടെ ഇരിക്കുക. മഹേഷുമായിട്ട് ചെന്ന് അതെടുത്ത് കാറിൽ വയ്ക്കുക. ശരിടാ, ചെല്ല്. വാ. എന്നും ഞാനിങ്ങനെ അപകടത്തിൽപ്പെടുമ്പോ സാറ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യമായിട്ട് പറയാനുള്ളത്?
എടോ തന്നെ കാണാതായപ്പോ വീട്ടിൽ അച്ഛൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? ദേ ഈ അച്ഛൻ കരഞ്ഞതിന് കണക്കില്ല. എന്താ സാർ ഇത്? ആരാ എന്നോട് ഇതൊക്കെ ചെയ്യുന്നത്? ആരാ സാർ എന്നെ കൊല്ലാൻ നടക്കുന്നത്? നന്ദിനി, സംശയങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. അച്ഛാ, തൽക്കാലം ഞാൻ നന്ദിനി കൂടി വീട്ടിലേക്ക് പോവാ. അച്ഛൻ സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങും. ശരി സാറേ. മോളെ, ഞാൻ കരഞ്ഞ് ബഹളം വെച്ചപ്പോ സാർ എന്നോട് പറഞ്ഞു നന്ദിനി എവിടെയായാലും അച്ഛന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. സാറിന്റെ വാക്ക് പാലിച്ചു. അച്ഛനും മോളുടെ കാര്യത്തില് സാറിന് വിശ്വാസമാ. അച്ഛൻ ഇതൊക്കെ വീട്ടിൽ പറഞ്ഞോ? ഇല്ല മോളെ, പറഞ്ഞ അവിടെ ആരെങ്കിലും തളർന്നു വീഴും, അതുകൊണ്ട് പറഞ്ഞില്ല. നന്നായി. മോളിച്ചല്ലേ, അച്ഛൻ അങ്ങോട്ട് വന്നോളാം. ശരി സാറേ. ഹലോ സാർ. നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നാൽ അത് കൃത്യമായി എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാനായിരുന്നു നിങ്ങളുടെ തീരുമാനം, അല്ലേ? പോലീസിനെ അറിയിച്ചാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ പറഞ്ഞപ്പോ. പക്ഷെ ആ പണം നഷ്ടപ്പെടാതെ തന്നെ നന്ദിനി അവരുടെ കസ്റ്റഡിയിൽ നിന്ന് മോചിതയായി. ആണോ സാർ? എങ്ങനെ? അത് ഞങ്ങൾ പോലീസുകാരുടെ മിടുക്കല്ല, സൂര്യയുടെ മിടുക്ക. അയാൾ നന്ദിനിയെ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ സംഘത്തെ മുഴുവൻ പിടികൂടാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. എന്നിട്ട് സൂര്യ നന്ദിനിയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുകയാ. അവർക്ക് പിന്നിലുള്ളവർ ആരാണെന്ന് അത് കഴിയുമ്പോൾ അറിയാം. സാർ, തുടർച്ചയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് നന്ദിനിയെ ദ്രോഹിക്കാൻ നടക്കുന്നവരാരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഒരാളെ തട്ടിക്കൊണ്ടുപോയി വിലപേശിയതല്ലേ, അവരെ വേണ്ട രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുമല്ലോ. ഡോണ്ട് വറി, ഈ സംഘത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു സാർ. ഇക്കാര്യത്തിൽ സൂര്യയുടെ മിടുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നന്ദിനെ അയാൾ തന്നെ കണ്ടുപിടിക്കുമെന്നുള്ളത് അയാളുടെ തീരുമാനമായിരുന്നു. ഓക്കെ സാർ. അപ്പൊ ശരി, ഓക്കെ.